JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അഗ്നിശമന സേനയിലെ വനിതാ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ തസ്തികയിലേക്കുള്ള പരീക്ഷ ഇന്ന് ഡിസംബർ 6-ാം തീയതി ഇന്ന് കഴിഞ്ഞു അല്ലേ. 1:30 മുതൽ 3:20 വരെയായിരുന്നു പരീക്ഷ. അപ്പോൾ പരീക്ഷയെ സംബന്ധിച്ച് ഒരു വിശദമായ അവലോകനം ഒരു ക്ലാസ്സിലൂടെ ചെയ്യാമോ എന്ന് ധാരാളം ഉദ്യോഗാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ കട്ട് ഓഫ് മാർക്ക് എങ്ങനെയാണ് വരുന്നത്, അതുപോലെ തന്നെ അതിൻ്റെ സ്കെയിൽ ഓഫ് പേ എങ്ങനെയാണ്, അതുപോലെ തന്നെ ഒഴിവുകൾ എത്രയുണ്ട്, അതുപോലെ തന്നെ ഒഴിവുകൾ ഇനിയും കൂടാൻ സാധ്യതയുണ്ടോ, അതുപോലെ തന്നെ ഇതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് എന്നത്തേക്കാണ് പ്രസിദ്ധീകരിക്കുന്നത്. ഇങ്ങനെ ധാരാളം ചോദ്യങ്ങളാണ് ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അപ്പോൾ അതിനെല്ലാം തന്നെ മറുപടി എന്നോണമാണ് ഇന്നത്തെ ക്ലാസ്സിൽ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയാണ് ക്ലാസ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പരീക്ഷയെ സംബന്ധിച്ച് ഒരു വിശദമായ അവലോകനം നോക്കാം. അതിനുശേഷം നമുക്ക് കട്ട് ഓഫ് മാർക്കിനെ സംബന്ധിച്ചും ഷോർട്ട് ലിസ്റ്റിനെ സംബന്ധിച്ചും സ്കെയിൽ ഓഫ് പേയെ സംബന്ധിച്ചും ഒഴിവുകളെ സംബന്ധിച്ചൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ അഗ്നിശമന സേനയിലെ വനിതാ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് 83,743 പേരാണ് കൺഫർമേഷൻ കൊടുത്ത് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തത്. ആകെ മൊത്തം 4 ജില്ലകളിലും കൂടി എത്രയാണ് 97,382 അപേക്ഷകളാണ് ലഭിച്ചത്. അതിൽ 13,639 പേര് കൺഫർമേഷൻ കൊടുത്തില്ല. അപ്പോൾ അങ്ങനെ ആകെ കൺഫർമേഷൻ കൊടുത്ത എത്ര പേരാണ്? 83,743 പേരാണ് കൺഫർമേഷൻ കൊടുത്ത് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തത്. അതിൽ തന്നെ പരീക്ഷ എഴുതിയവർ 68% ഉദ്യോഗാർത്ഥികളാണ് പരീക്ഷ എഴുതാൻ ഹാജരായി എന്നുള്ളതാണ് അറിയാൻ കഴിയുന്ന കൃത്യമായിട്ടുള്ള വിവരങ്ങളൊക്കെ തന്നെ പുറത്ത് വരുന്നതേ ഉള്ളൂ. അപ്പോൾ 4 ജില്ലകളിലും ഇപ്പോൾ ഓരോ ജില്ലയിലും പലർക്കും സംശയം ഉണ്ടാകും, ഓരോ ജില്ലയിലും എത്ര പേരാണ് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് കൺഫർമേഷൻ കൊടുത്തതെന്ന് പല ജില്ലകളിലും ഓരോ ജില്ലയിലും എത്രയാണെന്ന് നമുക്ക് നോക്കാം. തിരുവനന്തപുരം ജില്ലയിൽ 28,470 പേരാണ് കൺഫർമേഷൻ കൊടുത്ത് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തത്. എറണാകുളം ജില്ലയിൽ 19,546 പേരാണ് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് കൺഫർമേഷൻ കൊടുത്തത്. തൃശ്ശൂർ ജില്ലയിൽ 17,401 പേരാണ് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് കൺഫർമേഷൻ കൊടുത്തത്. പാലക്കാട് ജില്ലയിൽ 18,326 പേരാണ് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് കൺഫർമേഷൻ കൊടുത്തത്. അപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷ അത്ര എളുപ്പമല്ലായിരുന്നെങ്കിലും മീഡിയം ലെവലിനേക്കാളും കുറച്ചുകൂടി മുകളിലുള്ള ഒരു പരീക്ഷയായിട്ടാണ് ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയത്. വനിതാ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി പരീക്ഷയിൽ കട്ട് ഓഫ് മാർക്കിനെ സംബന്ധിച്ചും ഒരു കൃത്യമായിട്ടുള്ള ഒരു തീരുമാനത്തിൽ എത്തണമെങ്കിൽ പരീക്ഷയുടെ നിലവാരം എത്ര കണ്ട് ഉയർന്നതായിരുന്നു എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയാണ് നമുക്ക് കട്ട് ഓഫ് മാർക്കൊക്കെ തീരുമാനിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പരീക്ഷയുടെ നിലവാരം ഒരു മീഡിയം ലെവലിനേക്കാൾ ഉയർന്ന നിലവാരത്തിലുള്ള പരീക്ഷയാണ് എന്ന നിഗമനത്തിലാണ് എത്തിച്ചേരാൻ സാധിക്കുന്നത്. അതിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സ് ആണെങ്കിൽ പോലും മുൻ വർഷങ്ങളിലൊക്കെ വന്നിട്ടുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ ഇന്നലെ ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ ധാരാളം ചോദ്യങ്ങൾ ഇന്നത്തെ പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റ് ജനറൽ നോളജിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും എല്ലാം തന്നെ വളരെ എളുപ്പത്തിൽ ചോദ്യങ്ങൾ കൈകാര്യം ചെയ്യാവുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് വന്നത്. അതുപോലെ തന്നെ ചോദ്യങ്ങളിലെല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ്? നല്ല നിലവാരത്തിലുള്ള ചോദ്യങ്ങളാണ് പരീക്ഷയിൽ പൊതുവെ നമുക്ക് കാണാൻ സാധിച്ചത് അല്ലേ. എല്ലാവരും പറയുന്നുണ്ട് പൊതുവെ നല്ല നിലവാരത്തിലുള്ള ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പരീക്ഷയുടെ നിലവാരം മൊത്തത്തിൽ നല്ല ഒരു ഉയർന്ന നിലവാരത്തിലുള്ള ചോദ്യങ്ങളാണ് പരീക്ഷയിൽ മൊത്തത്തിൽ ഉണ്ടായിരുന്നത് എന്നുള്ള ഒരു അഭിപ്രായം പൊതുവെ എല്ലാവരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ എത്രയാണ്? 27,900 63,700 ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ വരുന്നത്. എല്ലാ ജില്ലകളിലും ഇപ്പോൾ തിരുവനന്തപുരത്താണെങ്കിലും എറണാകുളത്താണെങ്കിലും തൃശ്ശൂരാണെങ്കിലും പാലക്കാടാണെങ്കിലും എല്ലാ ജില്ലകളിലും ഓരോ വേക്കൻസിയാണ് നിലവിൽ ഉള്ളത്. ഇനിയിപ്പോൾ ലിസ്റ്റിൻ്റെ പരമാവധി കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാണ്. പ്രസ്തുത കാലാവധിക്കുള്ളിൽ വരുന്ന വേക്കൻസികളൊക്കെ തന്നെ ഈ ലിസ്റ്റിൽ നിന്നാണ് ഈ ഓരോ ജില്ലയിലും നിയമനങ്ങൾ നടക്കുക. അതുകൊണ്ട് തന്നെ ഇനിയും ഒഴിവുകൾ വന്നാൽ നിയമനങ്ങൾ കൂടുതൽ നടക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. അതുപോലെ തന്നെ അത് പ്രതീക്ഷിച്ച് ഓരോ ഉദ്യോഗാർത്ഥികളും മുമ്പോട്ട് പോകേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ കട്ട് ഓഫ് മാർക്കിനെ സംബന്ധിച്ച് ഇതിൽ പരീക്ഷ ഒരു നല്ല നിലവാരം പുലർത്തിയ പരീക്ഷ ആയതുകൊണ്ട് തന്നെ കട്ട് ഓഫ് മാർക്ക് ഇച്ചിരി ഉയർന്നു വരാനുള്ള സാധ്യത ഏറെയാണ്. ഇപ്പോൾ തിരുവനന്തപുരം ഉദാഹരണമായിട്ട് തിരുവനന്തപുരം ജില്ല എടുത്താൽ
കട്ട് ഓഫ് മാർക്ക് 65-65നും 66നും ഇടയ്ക്കുള്ള ഒരു കട്ട് ഓഫ് മാർക്ക് വരാനുള്ള സാധ്യതയാണ് ഏറെ ഉള്ളത്. അതുപോലെ തന്നെ എറണാകുളം ജില്ല എടുത്താൽ ഒരു 63-നും 64നും ഇടയ്ക്ക് കട്ട് ഓഫ് മാർക്ക് വരാനുള്ള സാധ്യതയാണ് ഏറെ ഉള്ളത്. തൃശ്ശൂർ ജില്ല എടുത്താൽ തൃശ്ശൂർ ജില്ലയിൽ ഒരു 64-നും 65നും ഇടയ്ക്ക് കട്ട് ഓഫ് മാർക്ക് വരാനുള്ള സാധ്യതയാണ് ഏറെ ഉള്ളത്. പാലക്കാട് ജില്ല എടുത്താൽ ഒരു 63-നും 65നും ഇടയ്ക്ക് കട്ട് ഓഫ് മാർക്ക് വരാനുള്ള സാധ്യതയാണ് ഏറെ ഉള്ളത്. അപ്പോൾ എങ്ങനെയാണ് പരീക്ഷയുടെ നിലവാരം അനുസരിച്ച് കട്ട് ഓഫ് മാർക്ക് ഏകദേശ ഒരു ധാരണയിൽ എത്തിച്ചേരാൻ സാധിക്കുന്നത്? ഇനി നമുക്ക് ഇതിന്റെ ഷോർട്ട് ലിസ്റ്റിനെ സംബന്ധിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ ഈ പരീക്ഷയെ സംബന്ധിച്ചുള്ള തുടർ നടപടികളൊക്കെ തന്നെ PSC വളരെ വേഗത്തിലാക്കിയ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. പ്രസ്തുത സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ ഷോർട്ട് ലിസ്റ്റുകളൊക്കെ തന്നെ വളരെ അധികം വൈകാതെ തന്നെ ഏകദേശം ഒരു 120 ദിവസത്തിനുള്ളിൽ തന്നെ മറ്റ് തടസ്സങ്ങളൊന്നും ഉണ്ടായില്ല എങ്കിൽ 120 ദിവസത്തിനുള്ളിൽ തന്നെ ഷോർട്ട് ലിസ്റ്റുകളൊക്കെ പ്രസിദ്ധീകരിക്കുന്ന ഒരു സാഹചര്യം നിലവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഉദ്യോഗാർത്ഥികൾക്കെല്ലാം തന്നെ ഷോർട്ട് ലിസ്റ്റ് വളരെ വൈകാതെ തന്നെ ഒരു 3 അല്ലെങ്കിൽ 4 മാസത്തിനുള്ളിലൊക്കെ തന്നെ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് PSC എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് മുമ്പായിട്ട് തന്നെ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പായിട്ട് ഷോർട്ട് ലിസ്റ്റ് വരാൻ സാധ്യതയുള്ള ഉദ്യോഗാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജുകൾ വരാറുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് നോക്കി കൃത്യമായിട്ടുള്ള ആ പീരീഡ് ഓഫ് ടൈമിനുള്ളിൽ സർട്ടിഫിക്കറ്റുകളൊക്കെ തന്നെ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ പരീക്ഷയെ സംബന്ധിച്ച ഒരു വിശദമായ അവലോകനമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നടത്തിയത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് വളരെയധികം ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.